ഹലോ നമസ്കാരം. ഞാൻ അനീഷ് എബ്രഹാം, യു.കെയിൽ നിന്ന്. ഇംഗ്ലണ്ടിലെ ഏത് ചെറിയ വില്ലേജിൽ പോയാലും അവിടെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഒരു ഫിഷ് ആൻഡ് ചിപ്സ് ഷോപ്പോ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് രണ്ടും നടത്തുന്നത് മിക്കവാറും ഇന്ത്യക്കാരോ അല്ലെങ്കിൽ ഈ പാകിസ്ഥാനോ ബംഗ്ലാദേശോ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളോ ആയിരിക്കും. ഈ ഇത് വർഷങ്ങളായിട്ട് ഇപ്പോൾ യു.കെയിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് ധാരാളം മലയാളികൾ ഓൾ ഓവർ യു.കെയിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുടെ ഒരു വലിയ രീതിയിലുള്ള വളർച്ച ഉടൻ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിരവധി ആളുകൾ ബിസിനസ് രംഗങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്, മലയാളികൾ. അപ്പോൾ അവർ നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യൻ ഫുഡ് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാവുന്ന ഷെഫുമാരുടെ അപര്യാപ്തതയായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഓണറുമായിട്ട് സംസാരിക്കാനിടയായി. അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് കുറഞ്ഞത് ഒരു 10 സൗത്ത് ഇന്ത്യൻ ഷെഫുമാരെ ആവശ്യമുണ്ട്. അത് നന്നായിട്ട് കേരള ഫുഡ്സ് ഉണ്ടാക്കാൻ അറിയാവുന്ന 10 പേരെയെങ്കിലും മിനിമം അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റ് വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വേറെ പല സ്ഥലങ്ങളിലും അദ്ദേഹം റെസ്റ്റോറൻറ്റുകൾ തുടങ്ങാനായിട്ട് താല്പര്യം പറയുന്നു. അപ്പോൾ അങ്ങനെ നിരവധി മലയാളികൾ ഇവിടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ വളർത്താൻ പരിശ്രമിക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ അന്വേഷിക്കാൻ പോകുന്നത് സൗത്ത് ഇന്ത്യൻ ഫുഡ്, നമ്മുടെ കേരള ഫുഡൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ എനിക്ക് നാട്ടിലുള്ള ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ കേരള ഫുഡ്സ് ഉണ്ടാക്കാനായിട്ട് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങൾ കേരള ഫുഡ്സ് ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ യു.കെയിൽ എത്താൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും കേരള ഫുഡ്സ് ഉണ്ടാക്കാനായിട്ട് പഠിക്കുക. ഇവിടെ ഇപ്പോൾ യു.കെയിൽ ഈ 2024 ഒരു കണക്ക് ഇപ്പോൾ കാണാനിടയായി. IT പ്രൊഫഷണൽസിനേക്കാൾ കൂടുതലായിട്ട് ഷെഫ്മാരുടെ വിസയാണ് ഇപ്പോൾ ഈ 2024 അനുവദിച്ചതായിട്ട് ഒരു കണക്ക് കാണാനിടയായി. ഏകദേശം 6200 ഷെഫുമാരാണ് ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ യു.കെയിൽ എത്തിച്ചേർന്നത്. അപ്പോൾ ഇത് ഒരു വലിയ മാറ്റത്തിന് തുടക്കമാവുകയാണ്. അതുകൊണ്ട് ഈ മാറ്റം കണ്ടറിഞ്ഞുകൊണ്ട് നിങ്ങളും തയ്യാറെടുക്കുക. യു.കെയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ, ഹോട്ടൽ മാനേജ്മെൻറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു അവസരം വരുന്നുണ്ട്, തീർച്ചയായിട്ടും അതിനു വേണ്ടി തയ്യാറെടുക്കുക. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.